മധുരമുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ. മധുരമുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ.
ഓം ശാന്തി. 17/5/2024. बाबा कहते मीठे बच्चे, गृहस्थ व्यवहार में रहते हुए ऐसे ट्रस्टी बनो जो किसी भी चीज में आसक्ति न रहे. हमारा कुछ भी नहीं ऐसा बेगर बन जाओ. അതായത് ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ ട്രസ്റ്റിയായി മാറും. അതായത് ഒരു സാധനത്തോടും മമത്തുണ്ടാവാൻ. എൻ്റെ എന്നുള്ളതൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ആ ഒരു അവസ്ഥയിൽ ഇരിക്കണമെന്ന് പറയാണ്. അതാണ് ഒരു സാധനത്തോട് ആസക്തി ഉണ്ടാവരുത്. എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഒന്നുമില്ല, ഇങ്ങനെയുള്ള ദരിദ്രനായിട്ട് മാറും. അല്ല, അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്ന ഒരു അവസ്ഥയിലിരിക്കാം. അതിനെയാണ് ബാബ എന്ത് പറയണേ? ദരിദ്രൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ദരിദ്രനായിട്ട് നമ്മൾ മാറണം എന്ന് ബാബ പറയാണ്. അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം, അശരീരിയായിട്ട് മാറണം അല്ലെ. അപ്പൊ ബാബ ചോദ്യം ചോദിച്ചു, നിങ്ങൾ കുട്ടികളുടെ പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ ബാബ ഉത്തരം പറഞ്ഞു, നമ്മൾ മരിച്ചാൽ ലോകം മരിച്ചു, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ശരീരത്തിൽ നിന്ന് മമത്വം ഇല്ലാതാകണം. ഇങ്ങനെ ഒരു യാചകനായിട്ട് മാറും. ഒന്നും ഓർമ്മ വരാൻ പാടില്ല. ആത്മ അശരീരി ബഞ്ചൻ, ആത്മാവ് അശരീരിയായിട്ട് മാറണം. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഏസാ പുരുഷാർത്ഥ കർണേ വാലേ ബെഗർ ടു പ്രിൻസ് ബൻത്തെ. ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നവരാരാകും? ദരിദ്രനിൽ നിന്ന് രാജകുമാരനായിട്ട് മാറും എന്ന് ബാബ പറയാണ്. തും ബച്ചേ ഹി ഫക്കീർ സെ അമീർ, അമീർ സെ ഫക്കീർ ബൻത്തെ. അതായത് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ തന്നെ ധനവാനിൽ നിന്ന് ദരിദ്രനും ദരിദ്രനിൽ നിന്ന് ധനവാനുമായിട്ട് മാറുന്നു. എന്നിട്ട് ബാബ പറയാണ്, ജബ് തും അമീർ ഹോ തോ ഏക് ഭി ഗരീബ് നഹീ ഹോത്താ ഹൈ. അതായത് ബാബ പറയാ, നിങ്ങൾ എപ്പോഴാണോ അമരനായിട്ട്, അതായത് ധനവാനായിട്ടിരിക്കുന്നത് അല്ലെ, ആ സമയത്ത് ഒരു ദരിദ്രൻ പോലും ഇല്ല. അതാണ് സത്യയുഗം എന്ന് പറയുന്നത്. സത്യയുഗത്തിൽ ഒരു ദരിദ്രൻ പോലും ഇല്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. ഓം ശാന്തി. ओम शांति। बाप बच्चों से पूछते हैं कि आत्मा सुनती है या शरीर सुनती है? तो आत्मा सुनेंगे അല്ലെ. അപ്പൊ എല്ലാവരും പറഞ്ഞു, ആത്മാവാണ് കേൾക്കുന്നത്, ആത്മാവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജറൂർ ശരീർ ദ്വാര, തീർച്ചയായിട്ടും ആത്മാവ് കേൾക്കുന്നത് ശരീരത്തിലൂടെ ആയിരിക്കണം. ബच्चे लिखते भी ऐसे है फलाने की आत्मा बाप दादा को याद करते. അതായത് കുട്ടികൾ എഴുതുന്നതും ഇങ്ങനെയാണ്. എന്താണ്? ഇന്ന ആളുടെ ആത്മാവ് ബാബയെ ബാബ്ദാദയെ ഓർമ്മിക്കുന്നു, ഇന്ന ആളുടെ ആത്മാവ് ബാബ്ദാദയെ ഓർമ്മിക്കുന്നു. ഫലാനിക്ക് ആത്മാ ആജ് ഫലാനി ജഹഗ് ജാത്തെ, ഇന്ന ആത്മാവ് ഇന്ന സ്ഥലത്ത് പോകുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ജിഹ ജേസെ ആദത്ത് പഠിജാത്തെ, ഇത് അവരുടെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. ചിലവരങ്ങനെ പറയുമല്ലോ, ആത്മാവ് അല്ലെ അവിടെ പോയി, അല്ലെങ്കിൽ ആത്മാവ് ഇവിടെ പോയി എന്നൊക്കെ, ഇന്ന ആത്മാവ് എന്ന് പറഞ്ഞിട്ടെ. അപ്പൊ ബാബ പറയാ, ഹം ആത്മാ ഹേ ക്യോങ്കി ബച്ചോം കി ആത്മാഭിമാനി ബന്ന ഹെ. അപ്പൊ ബാബ പറയാണ്, നമ്മളെല്ലാവരും ആത്മാക്കളാണ്, കാരണം നമ്മൾ കുട്ടികൾക്ക് ആത്മാഭിമാനിയായിട്ട് മാറണം. जहां भी देखते हो जानते हो आत्मा और शरीर है, इनमें है दो आत्माएं. അതേപോലെ ബാബ പറയാം, എവിടെയാണോ നമ്മൾ പോകുന്നത്, എവിടെ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ, എല്ലാം ബാബ പറയണ ആത്മാവും ശരീരം ഇത് രണ്ടും ഉണ്ട്. പോകണമെങ്കിലും ശരീരം പ്രവർത്തിക്കണമെങ്കിലും കാണണമെങ്കിലൊക്കെ ഇവിടെ എന്ത് വേണം? ആത്മാവ് വേണം ശരീരത്തില്. എന്നിട്ട് ബാബ പറയാ, ഇൻമേത്ത് ദോ ആത്മായേ ഹെ. ബ്രഹ്മബാബയുടെ ശരീരത്തിൽ രണ്ട് ആത്മാവുണ്ട്. അതായത് ഏക്കോ ആത്മാ ഓർ ഏക്കോ പരമാത്മാ കത്തെ. ഒന്ന് ബ്രഹ്മബാബയുടെ ആത്മാവ്, രണ്ട് ശിവബാബ പരമാത്മാവ്. എന്നിട്ട് ബാബ പറയാ, പരമാത്മാ ഖുദ് कहते हैं मैं इस शरीर में जिसमें इनकी आत्मा प्रवेश रहती है मैं प्रवेश करता.
അപ്പൊ ബാബ പറയാണ്, അതായത് പരമാത്മാവ് സ്വയം പറയുകയാണ്, ഞാൻ ഈ ശരീരത്തിൽ, അതായത് ബ്രഹ്മാവിന്റെ ശരീരത്തില് പ്രവേശിക്കും. അല്ലെ, ബ്രഹ്മബാബയുടെ ആത്മാവ് അതിലിരിക്കുമ്പോ തന്നെയാണ് ശിവബാബയുടെ ആത്മാവും അതിൽ പ്രവേശിക്കുന്നത് എന്ന് ബാബ പറയാണ്. ശരീർ ബിഗർത്തോ ആത്മരഹന സക്ത, ശരീരമില്ലാതെ ആത്മാവിന് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് ബാബ പറയുകയാണ്. അബ് ബാബ് കഹത്തെ ഹേ അപ്നിക്കോ ആത്മാ സംജോ. ഇപ്പൊ ബാബ പറയാണ്, സ്വയത്തെ നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. अपने को आत्मा समझेंगे तब बाप को याद करेंगे और पवित्र बन शांति धाम में जाएंगे. फिर देवी का गुण भी जितना धारण कर और कराएंगे, स्वदर्शन चक्रधारी बनकर और बनाएंगे, उतना ऊंच पद पाएंगे. അപ്പൊ ബാബ പറയുന്നത് എന്താണ്? സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോ നമുക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റും. ഇനിയാണെങ്കിൽ ബാബ പറയാ, ബാബയെ ഓർമ്മിക്കാൻ മാത്രമല്ല, നമ്മൾ പവിത്രമായിട്ട് മാറും. പവിത്രമായി മാറി നമുക്ക് ശാന്തിധാമിലേക്ക് പോവാൻ പറ്റും. പിന്നെയാണെങ്കിലോ ദൈവിക ഗുണം എത്ര ധാരണ ചെയ്യുന്നുവോ, എത്ര ധാരണ ചെയ്യിപ്പിക്കുന്നുവോ, അതേപോലെ സ്വദർശന ചക്രധാരിയായി മാറി, സ്വയം സ്വദർശന ചക്രധാരിയായി മാറി മറ്റുള്ളവരെ എത്ര സദർശന ചക്രധാരിയാക്കി മാറ്റുന്നുവോ അത്രയും നമുക്ക് ഉയർന്ന പദവി നേടാൻ പറ്റും എന്ന് ബാബ പറയുകയാണ്. ഇത് ഇസ്മേ കോയി മൂഞ്ചത്തെ ഹോ തോ പൂച്ച് സക്തെ ഹോ. അപ്പൊ ബാബ ഇതിൽ ആർക്കെങ്കിലും സംശയം വരുവാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. യഹ് തോ ജറൂർ ഹൈ മേ ആത്മാ ഹും, ബാപ്പ ബച്ചോം കോ ഹി കഹത്തെ ഹൈ ജോ ബ്രാഹ്മൺ ബനെ. അപ്പൊ ബാബ പറയാണ്, ഇത് തീർച്ചയാണ്, ഞാൻ ആത്മാവാണ്. അല്ലെ, അപ്പൊ ബാബ കുട്ടികളോട് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബാബ പറയാണ്, ആരാണോ ബ്രാഹ്മണനായിരിക്കുന്നത് അവരോടാണ് ബാബ പറയുന്നത്. ദൂസരോം കോ നഹി കഹേംഗെ, വേറെ ആരോടും പറയില്ല, പറയാം, മറ്റുള്ളവരോട് പറയില്ല. പിന്നെ ബാബ പറയാ ബച്ചേ ഹി പ്രിയ ലഗ്തേ ഹെ, കുട്ടികളെയാണല്ലോ ഇഷ്ടപ്പെടുക എന്ന് ബാബ ചോദിക്കുകയാണ്. അതെന്താ ബാബ പറയണമെന്നറിയോ? ഹരേക്ക് ബാപ് കോ ബच्चे പ്രിയ ലഗ്തേ ഹെ, दूसरे को बल बाहर से प्यार करेंगे परंतु बुद्धि में ही हमारे बच्चे नहीं है. നീ ബാബ പറയാണ്, ഇപ്പോ മറ്റേ കുട്ടികളൊക്കെ ഉണ്ടാവും, അല്ലെ, വേറെ അച്ഛന്മാരുടെ മക്കളൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാവും. ഇപ്പൊ സാധാരണ ലോകത്തിലെ എല്ലാ കുട്ടികളോടും സ്നേഹമുണ്ടാകും, എങ്കിലും എന്റെ കുട്ടിയാണ് എന്ന് തോന്നില്ല. എന്റെ കുട്ടി എന്ന് പറയണത് എന്റെ വീട്ടിലിരിക്കുന്ന കുട്ടിയായിരിക്കണം, അല്ലേ? അപ്പൊ അതേപോലെ ശിവബാബയും എന്താ പറയണത്? ഈ ലോകത്തിലെ സർവരും എന്റെ കുട്ടികൾ തന്നെയാണ്, എങ്കിലും നിങ്ങളാണ് എന്നെ അറിയുന്നത്, അല്ലെ? അപ്പൊ നമ്മളാണ് ബാബയെ അറിയുന്നത്, അതുകൊണ്ട് നമ്മളാണ് ബാബയുടെ കുട്ടികള്. നമ്മളെയാണ് ബാബ കൂടുതൽ ഓർമ്മിക്കുന്നത്. എന്നിട്ട് ബാബ പറയാണ്, മേ ബച്ചോം സെ ഹി ബാത് കർത്താ ഹൂം ക്യോങ്കി ബച്ചോം കോ ഹി പഠാനാ ഹെ. ബാബ പറയാണ്, ഞാൻ കുട്ടികളിലൂടെ, അല്ലെ, കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. കുട്ടികളോട് സംസാരിക്കുന്നു, കാരണം എന്തുകൊണ്ടാ? കുട്ടികളെ തന്നെയാണ് എനിക്ക് പഠിപ്പിക്കേണ്ടത് എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, ബാക്കി ബാഹർ വാലോംകോ പഠാന തുമാരാ കാമ. ബാക്കി പുറത്തുള്ളവരെ പഠിപ്പിക്കേണ്ടത് ആരാണ്? നമ്മളാണ് പുറത്തുള്ളവരെ പഠിപ്പിക്കേണ്ടത്, അത് നമ്മുടെ ജോലിയാണ്. അപ്പൊ ബാബ നമ്മളെ പഠിപ്പിക്കും, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്ന് ബാബ പറയാണ്. കോയി തോ ജട്ട് സമഞ്ച് ജാത്തെ ഹെ, കോയി തോടാ സമഞ്ച് കർ ചലേ ജായെങ്കെ. ചിലരാണെങ്കിൽ ബാബ പറയാണ്, പെട്ടെന്ന് മനസ്സിലാക്കും ബാബ പറയുന്ന കാര്യങ്ങളൊക്കെ. ചിലരാണെങ്കിലോ കുറച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങ് പോകും, അവര് ബാബയെ വിട്ടു പോകുമെന്ന് ബാബ പറയുകയാണ്. കുറച്ച് മനസ്സിലാക്കിയിട്ട് പോകും. फिर जब देखेंगे यहाँ तो बहुत वृद्धि हो रही है तब आएंगे, देखे तो सही. പിന്നെ അവര് നോക്കുമ്പോ എന്താന്ന് അറിയോ? ഇവിടെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. ബാബയുടെ വീട്ടിലൊക്കെ നിറയെ അഭിവൃദ്ധിയൊക്കെ കാണുമ്പോ അവര് വീണ്ടും വരുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, തും യഹി സംജായെങ്കി കി ബാപ സബി ആത്മാവും ഓവ ബച്ചോം കോ കഹത്തെ ഹെ മുझे യാദ് കറോ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾക്ക് ബാബ ഇതാ മനസ്സിലാക്കി തരുന്നത്. അതായത് ബാബ ആ കുട്ടികൾക്ക്, ആത്മാക്കൾക്ക് പറഞ്ഞു തരികയാണ്, എന്ത്? നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കും.
നമ്മള് ബാബയെ മാത്രം ഓർമ്മിക്കണം. അല്ലെ, അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാ സബി ആത്മാവും കോ പാവൻ ബാപ്പ് ഹി ബനാത്തെ. എല്ലാ ആത്മാക്കളെയും പാവനമാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. വ കഹത്തെ ഹേ മേരെ സിവായി ഓർ കോയി കോ യാദ് നാ കർ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ എന്നെ അല്ലാതെ വേറെ ആരും ഓർമ്മിക്കരുത്. മേരി അവ്യഭിചാരി യാദ് രഖോ തോ തുമാരി ആത്മാ പാവൻ ബൻ ജായെങ്കി. ബാബ പറയാണ്, നിങ്ങള് എന്നെ അവ്യഭിചാരിയായിട്ട് ഓർമ്മിക്കുക. അവ്യഭിചാരി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പാവനമായിട്ട് മാറും എന്ന് ബാബ പറയാം. പതീത പാവൻ മേ ഏക് ഹി ഹും. പതീത പാവനൻ ഞാൻ ഒരാള് മാത്രമാണെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ മേരി യാദ് സേ ഹി ആത്മാ പാവൻ ബനെങ്കി. ബാബയുടെ ഓർമ്മയിലൂടെയാണ് ആത്മാവ് പാവനമായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാം. അല്ലെ, ആത്മാവ് പാവനമാകണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ബാബയെ ഓർമ്മിക്കണം. എന്നിട്ട് ബാബ പറയാണ്, എന്നിട്ട് ബാബ പറയാ ഇസ്ലിയെ കഹത്തെ ഹേ ബച്ചോം മാമേക്കം യാദ് കർ. ബാബയെ ഓർമ്മിച്ചാലല്ലേ പാവനാകുള്ളൂ. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ. പാപ് ഹി പതിത രാജ്യസെ പാവൻ രാജ്യ ബനാത്തെ ഹെ ലിബറേറ്റ് കർത്തെ. സ്വയം ഭഗവാൻ തന്നെയാണ് പതീത രാജ്യത്തിൽ നിന്ന് പാവന രാജ്യം ഉണ്ടാക്കുന്നത്. അതേപോലെ എല്ലാത്തിൽ നിന്നും, പ്രത്യേകിച്ച് ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് എന്ന് ബാബ പറയുകയാണ്. എന്നിട്ട് ബാബ ചോദിക്കുക, കഹാം ലേ ജാത്തെ ഹേ? ശാന്തിധാം സുഖം. എവിടേക്കാണ് ബാബ നമ്മളെ കൊണ്ടുപോകുന്നത്? ശാന്തിധാമിലേക്കും സുഖധാമിലേക്കുമാണ് ബാബ നമ്മളെ കൊണ്ടുപോകുന്നത്. മൂൽ ബാത്ത് ഹി ഹേ പാവൻ ബന്നേക്ക്. മുഖ്യമായ കാര്യം എന്താ? പാവനമായി മാറുന്നതിന്റെയാണ്. 84 का ചക്ര സമജാന ബി സഹജ്. 84 ജന്മത്തിന്റെ ചക്രത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ് പറയാൻ. ചിത്ര ദേഖനെ സേ ഹി നിശ്ചയ बैठ जाता है. इसलिए बाबा हमेशा कहते रहते हैं മ്യൂസിയം ഖോലോ ബബക്കേസ്. അപ്പൊ ബാബ പറയുന്നത്, ചിത്രം കാണുമ്പോ നിശ്ചയം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബാബ എപ്പോഴും പറയും, നിങ്ങൾ വളരെ ഷോയോടെ മ്യൂസിയം ഒക്കെ തുറക്കും. നല്ല ഷോ ഉണ്ടായിരിക്കണം മ്യൂസിയത്തിന്. ആൾക്കാർക്ക് ഷോ കാണുമ്പോൾ വരാൻ ഇഷ്ടം ഉണ്ടാവുമല്ലോ. ബഹുത്തായെങ്കിൽ തും യഹി സുനായെങ്കിൽ കി ഹം ബാപ് കെ ശ്രീമത് പർ യഹ് ബൻ രഹേ. അപ്പൊ ബാബ പറയാണ്, ഒരുപാട് പേര് വരും കുട്ടികളെ, നിങ്ങൾ അങ്ങനെ മ്യൂസിയം ഒക്കെ ഉണ്ടാക്കിയാലേ. എന്നിട്ട് നിങ്ങൾ അവരെ കേൾപ്പിക്കണം. എന്താ കേൾപ്പിക്കണ്ടേ? ഞങ്ങൾ ഭഗവാന്റെ ശ്രീമത്തിലൂടെ ഇതായിക്കൊണ്ടിരിക്കും, ലക്ഷ്മി നാരായണന് സമാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. तो बाप कहते हैं मामी का याद करो. അപ്പൊ ഭഗവാൻ നമ്മളോട് പറയാണ്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കുക. ഓർ ദൈവിക ഗുണം ധാരണ കരും. പിന്നീട് നമ്മൾ ദൈവിക ഗുണം ധാരണ ചെയ്യണം. ബാഡ്ജ് തോ ജറൂർ സാത്ത് ഹോനാ ചാഹിയെ. ബാഡ്ജ് എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാണ്. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ബാബയുടെ ലക്ഷ്മി നാരായണന്റെ ബാഡ്ജൊക്കെ ഉണ്ടായിരിക്കണം. എന്നിട്ട് ബാബ പറയാം, തും ജാൻതേ ഹോ ഹം ബെഗർ ടു പ്രിൻസ് ബനെങ്കെ. ബാബ ചോദിക്കുക, കുട്ടികളെ നിങ്ങൾക്ക് അറിയോ, നമ്മളെ ദരിദ്രനിൽ നിന്ന് ആരാകുന്നു? രാജകുമാരനായിട്ട് മാറുകയാണ്. പഹലെ തോ ശ്രീകൃഷ്ണ ബനെങ്കെ നാ, ജബ് തക് ശ്രീകൃഷ്ണ നാ ബനെ തബ് തക് ശ്രീനാരായൺ ബന്നാ സക്കെ. അപ്പൊ സത്യയുഗത്തിൽ ആദ്യം നമ്മുടെ കൃഷ്ണനാണാവുന്നത്, അല്ലെ? കൃഷ്ണനാണല്ലോ വരുന്നത്. പിന്നെ കൃഷ്ണനാണ് വിഷ്ണുവായിട്ട് മാറുന്നത്, നാരായണനായിട്ട് മാറുന്നത്. അപ്പൊ ബാബ പറയാ, കൃഷ്ണനില്ലെങ്കിൽ വിഷ്ണുവും ഇല്ല അവിടെ, അല്ലെ? നാരായണനില്ല എന്ന് പറയാണ്. കാരണം എന്താ? നാരായണന്റെ കുട്ടിക്കാലമാണല്ലോ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ബച്ചേസെ ബഡ ഹോ തബ് നാരായൺ നാമിലെ. ഒരു കുട്ടിയിൽ നിന്ന് കുറച്ച് വളർന്നു വലുതായി. അപ്പൊ ശ്രീകൃഷ്ണന്റെ പേരെന്തായി? നാരായണൻ എന്ന പേര് കിട്ടുകയാണ്. തോ ഇൻമേ ദോനോം ചിത്ര ഹെ. ഇതില് 2 ചിത്രമുണ്ട്, കൃഷ്ണന്റെയും ഉണ്ട് ലക്ഷ്മി നാരായണൻ. അതായത് വിഷ്ണു എന്ന് പറയുമ്പോൾ നാരായണൻ എന്ന് പറയുമ്പോൾ അവിടെ ലക്ഷ്മിയും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട് എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, അഭി തും സബ് ബെഗർ ബനെ ഹുയേ ഹോ.
അപ്പൊ നമ്മളൊക്കെ ദരിദ്രനായിരിക്കാണ് എന്ന് ബാബ പറയാൻ. എന്നിട്ട് ബാബ പറയാ, യഹ് ബ്രഹ്മകുമാർ കുമാരിയാം ബി ബഗേഴ്സ് ഹേ, ഇൻകെ പാസ് കുച്ച് ബി നഹി. എല്ലാ ബ്രഹ്മകുമാരന്മാരും ആരാണ്? ദരിദ്രരാണെന്ന് ബാബ. അപ്പൊ ദരിദ്രരായവരൊക്കെ അല്ലേ, ദരിദ്രരാണ് ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും. ഇവരുടെ അടുത്ത് ഒന്നുമില്ല എന്ന് ബാബ പറയാം. ബഗർ അർത്ഥാത് ജിൻകെ പാസ് കുച്ച് ബി നാ ഹോ. ബഗർ എന്ന് പറഞ്ഞാൽ യാചകനല്ല, ആരുടെ കയ്യിലാണോ ഒന്നുമില്ലാത്തത് അവരാണ് ബഗർ. സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമില്ല, അങ്ങനെയുള്ളവരെയാണ് ബാബ ദരിദ്രൻ എന്ന് പറയുന്നത്, ബഗർ എന്ന് പറയുന്നത്. കോയി കോ ഹം ബഗർ നഹി കഹെങ്കെ. ബാബ തോ സബ്സെ ബഡാ ബഗർ ഹെ. ചിലരൊന്നും അവരെ ബഗറാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇപ്പൊ ചിലരോട് പറയാം നിങ്ങൾ ദരിദ്രനാണെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കില്ല. ഞങ്ങള് പൈസക്കാരാണ്, ഞങ്ങൾക്ക് സ്വന്തം വീടുണ്ട്, സ്ഥലമുണ്ട്, ജോലിയുണ്ട്, പൈസയും വരുമാനവും ഒക്കെ ഉണ്ടാണ്, ഞങ്ങള് ദരിദ്രനൊന്നും അല്ല എന്ന് അവര് പറയും. പക്ഷേ ബാബ പറയാണ് ഏറ്റവും വലിയ ദരിദ്രൻ നമ്മുടെ ബ്രഹ്മബാബയാണ്. ഏറ്റവും വലിയ ദരിദ്രൻ ബ്രഹ്മബാബയാണ്. അപ്പൊ ബാബ പറയാ, ഇസ്മേ പൂര ബഗർ ബൻതാവ. ഇതില് പൂർണ്ണമായിട്ട് നമ്മൾ ദരിദ്രനാവണം. അതിനർത്ഥം എന്താ? എല്ലാം ഇല്ലാണ്ടായിട്ട് വഴിയിൽ താമസിക്കാന്നല്ല. എല്ലാം ഉണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും എൻ്റെ അല്ല. അതാണ് ബാബ പറയണേ. ഗൃഹസ്ഥ വ്യവഹാർ മേ രഹത്തെ ആസക്തി തൊടിനോത്തെ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആസക്തിയൊക്കെ നിങ്ങൾ കളയണമെന്ന് ബാബ പറയാണ്. നിശ്ചയ ബുദ്ധി ഹി ജാനത്തെ ഹെ ഹമാരാ ജോ കുച്ച് ഹെ വഹ് ബാബാ കോ ദേ ദിയ. നിശ്ചയ ബുദ്ധികളായ കുട്ടികൾ പറയും എന്തെന്നറിയോ? എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ ഒക്കെ ഞാൻ ബാബയ്ക്ക് കൊടുത്തു. അപ്പൊ പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ, എല്ലാം ഭഗവാന് കൊടുത്തില്ലേ അല്ലേ? അപ്പൊ ചില കുട്ടികൾ അങ്ങനെ പറയും, എനിക്ക് ഒന്നുമില്ല, എനിക്കുള്ളതൊക്കെ ഞാൻ ബാബയ്ക്ക് കൊടുത്തു. कहते भी है ना, हे भगवान आपने जो कुछ दिया वह आपका ही है, हमारा नहीं. ചിലര് ഭഗവാനോട് പറയുമല്ലോ, ഭഗവാനെ അങ്ങ് എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് അങ്ങയുടേതാണ്, എൻ്റെ അല്ല. അങ്ങനെ ചില കുട്ടികൾ ഭഗവാനോട് പറയുന്നുണ്ട് എന്ന് പറയാണ്. വൗത്തോഹത്താ ഹെ ഭക്തിമാർ. അത് പക്ഷെ ഭക്തിമാർഗമാണെന്ന് പറയാണ് ബാബ. എന്നിട്ട് ബാബ പറയാ, ഉസ് സമയത്തോ ബാബ ദൂർത്ത. ആ സമയം ഭഗവാൻ നമ്മുടെ അടുത്തൊന്നുമില്ല, ഭഗവാൻ ആരാ എന്താന്നൊന്നും അറിയില്ല. എങ്കിലും നമ്മളിങ്ങനെ പറയും, ഭഗവാനെ എനിക്കുള്ളതെല്ലാം നിന്റെയാണ് എന്നൊക്കെ പറയുമായിരുന്നു. അബ ബാബ ബഹുത് നസ്ദീക് ഹേ. ഇപ്പൊ ബാബ നമ്മുടെ വളരെ അടുത്താണ്. ഭഗവാൻ എന്ന് പറഞ്ഞ എത്ര അടുപ്പാണ്, അടുത്താണ്. സാമനെ ഉൻക ബന്നാത്ത. ഭഗവാന്റെ മുന്നിൽ നമ്മൾ വന്നിരിക്കുകയാണ്, ഭഗവാന്റെ കുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ബാബ പറഞ്ഞ ഇപ്പൊ അത്രയും മുന്നിലാണ്, അടുത്താണ്. तुम कहते हो बाबा बाबा के शरीर को नहीं देखना है. നിങ്ങൾ പറയുമല്ലോ ബാബ എന്ന് പറയും. അപ്പൊ ബാബ ശരീരത്തെ ഒന്നും നോക്കില്ല, ബാബ നോക്കുന്നത് ആത്മാവിനെയാണെന്ന് പറയാൻ. ബുദ്ധി ചലി ജാത്തി ഹേ. ഇനി നമ്മള് ബാബ എന്ന് പറയുമ്പോ നമ്മുടെ ബുദ്ധി പോകുന്നത് മുകളിലേക്കാണ്. നമ്മുടെ അച്ഛമുകളിലാണല്ലോ ഇരിക്കുന്നത്. ബലിയ ലോൺ ലിയ ഹുവ ശരീർ ഹേ പരന്തു തുമാരി ബുദ്ധി മേ ഹേ ഹം ശിവ ബാബ സെ ബാത് കർത്തെ. ബ്രഹ്മബാബയുടെ ശരീരത്തിലെ ശിവബാബ വരുമല്ലോ. അപ്പോ ബാബ പറയാണ്, നമുക്കറിയാം ഈ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്, എങ്കിലും നമ്മുടെ ബുദ്ധിയിലുണ്ട് ഇത് ശിവബാബയാണ് പറയുന്നത്, ബ്രഹ്മാവല്ല ശിവബാബയാണ് പറയുന്നത് അല്ലെ. ഞാൻ ശിവബാബയോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ അവർക്ക് ചിന്ത വരുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, ഹം തോ കിരായെ പർ ലിയാ ഹുവാ രത്ത ഹൈ. അതായത് ഇത് വാടകയ്ക്കെടുത്ത രഥമാണ്. ശിവബാബ ബ്രഹ്മാവിന്റെ ശരീരം വാടകയ്ക്കെടുത്തിരിക്കുക. വാടകയ്ക്കെടുത്ത ശരീരമാണെന്ന് ബാബ പറയാ, രഥമാണ്. ഉൻകാ തടഹി ഹേ. ശിവബാബയുടെ സ്വന്തമൊന്നും അല്ല ഈ ശരീരം എന്ന് പറയാം അല്ലെ. ബ്രഹ്മബാബയുടെ ശരീരമേ ശിവബാബയ്ക്ക് സ്വന്തമൊന്നുമല്ല. യഹ് തോ ജറൂർ ഹേ ജിത്നാ ബഡാ ആദ്മി ഹോഗാ തോ കിരായ ഭി ബഹുത് മിലേഗാ. ഇത് നമുക്കറിയാം തീർച്ചയായിട്ടും. അതായത് മനുഷ്യര് വലുതാണെങ്കിൽ, പൈസക്കാരാണെങ്കിലേ വാടകയൊക്കെ ഒരുപാട് കിട്ടുമെന്ന് ബാബ പറയാം. മക്കാൻ മാലിക് ദേഖേഗാ രാജ മക്കാൻ ലേത്തെ ഹേ തോ 1000 കിരായെ
किराए का 4,000 बोल देगा क्योंकि समझते हैं ये तो धनवान है. ഇനി ബാബ പറയാണ് ഇപ്പം വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വലിയ വലിയ പൈസയൊക്കെ വാങ്ങിക്കാം, വാടകയൊക്കെ വലുത് വാങ്ങിക്കാം. അതിനർത്ഥം ബാബ പറയാം, ഇപ്പോ ഒരു കെട്ടിടത്തിന്റെ വാടക ശരിക്കും 1000 രൂപയാണെന്ന് വിചാരിക്കാം. പക്ഷെ ഒരു രാജാവ് ആ കെട്ടിടം വാടകയ്ക്ക് എടുക്കാൻ വരികയാണ്. അപ്പൊ കെട്ടിടംകാരൻ പറയാണ് 4000 രൂപയാണ് വാടക. കാരണം എന്തുകൊണ്ടാണ്? വാടകക്കാരൻ മനസ്സിലാക്കും, ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യാം, കുറച്ച് നിറയെ അധികം അങ്ങ് ചോദിച്ചേക്കാം, അങ്ങനെ വിചാരിക്കുമെന്ന് പറയാം. അപ്പൊ ബാബ പറയാണ്, രാജ്യലോക് കബീബി ബോലെങ്കി നഹി ഏതോ ജാസ്തിയിലെത്തിയ. ഇനി പൈസയുള്ളവരെ രാജാക്കന്മാരൊരിക്കലും പറയില്ല, ഇതെന്തൊരു പൈസയാണ്, ഇത്രയൊന്നും വാടക ഇല്ലല്ലോ, ഇത് വലിയ കൂടുതലാണല്ലോ, അങ്ങനെയൊന്നും രാജാവ് പറയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഉന്നോംകെ പൈസ ആദിക്ക് പർവാഹി നഹി രഹതി. അവർക്ക് പൈസയുടെ ചിന്തയേ ഇല്ല. കാരണം ഇഷ്ടംപോലെ പൈസ അല്ലേ, ഇഷ്ടം പോലെ പൈസ ഉള്ളത് കൊണ്ടാണ് അവര് ഒന്നും നോക്കാതെ കൊടുക്കും. പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റ് കണക്കായിരിക്കും അല്ലേ. അതാണ്, അത് പൈസ നിറയുള്ളത് കൊണ്ടാന്ന് പറയാൻ. അപ്പൊ അവർക്ക് അതൊന്നും ഒരു വാടകയൊന്നും പ്രശ്നമല്ല പറയാം. എന്നിട്ട് ബാബ പറയാം വഹക്കുത്ത് കോയിസെ ബാത് നെയ് കർത്തെ. ചില രാജാക്കന്മാരെ പൈസക്കാര് സ്വയം അവരാരോടും സംസാരിക്കൊന്നുമില്ല പറയാം. പ്രൈവറ്റ് സെക്രട്ടറി ഹി ബാത് കർത്തെ. അവർക്കൊരു അല്ലേ PA ഉണ്ടാവും എന്ന് പറയുമല്ലോ, പ്രൈവറ്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും. ആ സെക്രട്ടറിയോടാണ് കാര്യങ്ങളൊക്കെ പറയാം. ഇവര് സംസാരിക്കില്ല എന്ന് ബാബ പറയാം. ആജുകൾത്തോ റിശ്ത ബിഗർ കാം നഹി ചലേക. ഇന്നത്തെ കാലത്ത് ബാബ പറയാ കൈക്കൂലി ഇല്ലാതെ കാര്യം നടക്കൂല. ഇന്ന് കൈക്കൂലിയാണല്ലോ എല്ലാത്തിനും. എന്ത് വാങ്ങിക്കാൻ പോയാലും എന്ത് ചെയ്താലും അപ്പൊ അതിനൊരു കൈക്കൂലി ഉണ്ടാവും അല്ലേ. അപ്പൊ ബാബ പറയാണ്, ബാബാത്ത ബഹുത്ത് അനുഭവി ഹെ. ബാബ ഒരുപാട് അനുഭവിയാണല്ലോ, ആൾ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നല്ലോ. वो लोग बड़े रॉयल होते हैं. चीज पसंद की बस फिर सेक्रेटरी को कहेंगे इनमें फैसला कर ले आओ. ഇപ്പൊ വലിയ വലിയ ആൾക്കാർക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം, അവര് പിന്നെ എന്ത് ചെയ്യില്ല, മിണ്ടൊന്നുമില്ല. റോയൽ ആയിട്ടുള്ളവരെ അവര് സെക്രട്ടറിയോട് പറയും, ഈ സാധനം നന്നായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം എന്ന് പറയുന്നു. അപ്പൊ ബാബ പറയാണ്, ऐसे माल खोलकर रखेंगे, महाराजा महारानी दोनों आएंगे, जो चीज पसंद होगी उन पर सिर्फ आंखें से इशारा करेंगे. ബ്രഹ്മബാബയ്ക്കുള്ള സമയത്ത് ഈ രത്നാഭരണങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം നിറയെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കും. അതെല്ലാം ഉണ്ടാക്കിയ നമ്മുടെ കയ്യിലുള്ള എല്ലാ രത്നങ്ങളും, ഇപ്പൊ നമ്മുടെ ബ്രഹ്മബാബയ്ക്ക് രത്നവ്യാപാരിയായിരുന്നല്ലോ, അപ്പോൾ രത്നങ്ങൾ ഉണ്ടാക്കിയ ആഭരണങ്ങളെല്ലാം കാണിക്കും. അപ്പൊ മഹാരാജാവും മഹാറാണിയും വന്നിട്ട് ഇങ്ങനെ നോക്കും ഏതാണെന്ന്. അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ടത്? അപ്പൊ രാജാവ് പറയുന്നത് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും, അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പൊ സെക്രട്ടറിക്കോ കഹേങ്കി ഇൻകോ പൈസ ദേ ദോ അല്ലേ. സെക്രട്ടറി ബാത്ത് കർ ബീച്ച് മേ അപ്നാ ഹിസ്സ നിക്കാൽ ലേത്തെ, കൊയ് രാജായെ സാത്ത് മേ പൈസ ലേ ആത്തെ. ഇനി ബാബ പറയാണ്, അങ്ങനെ ഏത് സാധനമാണ് ഇഷ്ടപ്പെട്ടത് അവരിങ്ങനെ കണ്ണുകൊണ്ട് സൂചന കൊടുക്കും. അങ്ങനെ സെക്രട്ടറിയോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും, എത്രയാണോ പൈസ എന്ന് വെച്ചാൽ അതിന്റെ കണക്ക് കൊടുക്കും. വിലപേശം എന്ന് പറയുമല്ലോ, അത് ആര് ചെയ്യില്ല? രാജാവ് അതൊന്നും ചെയ്യില്ല. ഇടയിലുള്ള ഇയാളെ സെക്രട്ടറിയെ ചെയ്യുള്ളൂ. പിന്നെ ചില രാജാക്കന്മാരെന്ത് ചെയ്തിട്ടേ കയ്യിൽ തന്നെ പൈസയൊക്കെ കൊണ്ടുവരും, പൈസയും കൊണ്ടാണ് വരിക. അപ്പൊ സാധനം ഇഷ്ടപ്പെട്ട് എടുത്തതും പറയുന്ന എന്നാ പൈസ കൊടുത്തോളൂ എന്ന് പറയും. അങ്ങനെ പൈസ സെക്രട്ടറി കൊടുക്കും. ബാബ തോ സബ്കെ കണക്ഷൻ മേ ആയേ ഹേ. ബ്രഹ്മബാബയ്ക്ക് രാജാക്കന്മാരുമായിട്ടൊക്കെ വലിയ കണക്ഷൻ ആയിരുന്നല്ലോ, നല്ല രത്നവ്യാപാരിയായിരുന്നു. ബ്രഹ്മബാബ നന്നായിട്ട് ആഭരണം ഉണ്ടാക്കുമായിരുന്നു, അസലായിട്ട് നല്ല ഡിസൈനില്. അപ്പൊ ബാബ പറയാണ്, ബ്രഹ്മബാബയ്ക്ക് എല്ലാ രാജാക്കന്മാരുമായിട്ട് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ജാനത്തെ ഹേ കൈസെ കൈസെ നോംകെ ആക്ട് ചലത്തെ ഹേ. അറിയാം ഓരോരുത്തർക്ക് എങ്ങനെയുള്ള ആക്ടാണ് നടക്കുന്നത്. ജैसे राजाओं के पास गजांजी रहते हैं वैसे यहाँ भी शिव बाबा की गजांजी है. രാജാക്കന്മാരുടെ അടുത്ത് ഒരു ഗജാൻജി ഒക്കെ ഉണ്ടാവും അല്ലെ, അവരുടെ ധനം സൂക്ഷിക്കുന്ന ആളാണ് ഗജാൻജി.
അതേപോലെ ബാബ പറയാണ് ഇവിടെ ഒരു ഖജാൻജിയുണ്ട്. അതാരാണ്? ബ്രഹ്മബാബയാണ്. ബ്രഹ്മബാബയാണ് ഖജാൻജി. എന്നിട്ട് ബാബ പറയാം ഏതോ ട്രസ്റ്റി ഹെ, പക്ഷെ ഇത് ട്രസ്റ്റിയാണ് അല്ലെ, ഖജാൻജി ആണെങ്കിലും ട്രസ്റ്റിയുമാണ്. बाबा का इनमें कोई मोह नहीं है, इसने अपने पैसे में ही मोह नहीं रखा है, सब कुछ शिव बाबा को दे दिया, तो फिर शिव बाबा के धन में के मोह कैसे रखेंगे? ബ്രഹ്മബാബയ്ക്ക് ഒന്നിനോട് മോഹം ഉണ്ടായിരുന്നില്ല. ബ്രഹ്മബാബ ശരിക്കും കോടീശ്വരനായിരുന്നല്ലോ അല്ലേ. അപ്പൊ ബ്രഹ്മബാബ കോടികള് ശിവബാബയ്ക്ക് കൊടുത്തു. ബ്രഹ്മബാബ ശിവബാബയ്ക്ക് കോടികൾ കൊടുത്തു. അപ്പൊ ബാബ പറയാണ് എല്ലാം ശിവബാബയ്ക്ക് കൊടുത്തില്ലേ, പിന്നെ ശിവബാബയുടെ സ്വത്തിൽ മോഹം വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. പിന്നെ കൊടുത്താ പിന്നെ ഓണർഷിപ്പ് മാറിയല്ലോ, അപ്പൊ പിന്നെ മോഹം വെക്കാൻ പറ്റില്ലല്ലോ എന്ന് ബാബ പറയാണ്. ട്രസ്റ്റി ഹെ അല്ലെ, ബ്രഹ്മബാബ എപ്പോഴും ട്രസ്റ്റി ആയിട്ടാണ് ഇരുന്നത്. ജിൻകെ പാസ് ധൻ രഹता है आजकल तो गवर्नमेंट कितना चांज करती है. ആരുടെ കയ്യിലാണോ നിറയെ പൈസയൊക്കെ ഉള്ളത് അവരുടെ അടുത്തേക്ക് വന്നിട്ടേ ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഗവൺമെന്റ് എത്രയാ ചെക്കിംഗ് ഒക്കെ ചെയ്യാറ് എന്ന് ബാബ ചോദിക്കാണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും അനധികൃതമായിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്, എത്ര സമ്പത്തുണ്ടെന്നൊക്കെ അറിയാനേ ഈ ഗവൺമെന്റ് ഒക്കെ ചെക്കൊക്കെ ചെയ്യാറുണ്ട്. വിലായത്ത് സെ ആത്തെ ഹേ തോ ഏകദം അച്ഛി രീതി ജാഞ്ച് കർത്തെ. വിദേശത്ത് നിന്നൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. ഇങ്ങനെ പുറത്ത് നല്ലൊരു സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ കറുത്തട്ടോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ, എത്രയാ പൈസ അവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് വരുന്നവരെ നന്നായിട്ട് ചെക്ക് ചെയ്യുമെന്ന് പറയാൻ. അബദ്ധം വെച്ച് ജാൻതേ ഹോ കൈസേ ബിഗർ വന്ന. ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ദരിദ്രനാകണോന്ന് ബാബ ചോദിക്കാം. നമുക്കൊന്നും സ്വന്തമില്ല, മനസ്സിലായില്ലേ എന്ന് ബാബ ചോദിക്കാം. കുച്ചു ബി യാദന ആയി, ഒന്നും നിങ്ങൾക്ക് ഓർമ്മ വരാൻ പാടില്ല. ആത്മാ അശരീരി ബഞ്ചായ ഇസ് ശരീർ കോ ബി അപ്നാ ന സമझ. അതായത് ബാബ പറയാണ് ഒന്നും ഓർമ്മ വരരുത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അശരീരിയായിട്ട് മാറും. ഈ ശരീരം പോലും ഓർമ്മ വരരുത്, അത്രയും അശരീരി അവസ്ഥയിലിരിക്കണം. ബാബ സമഞ്ചാത്തെ ഹേ അപ്നേക്കോ ആത്മാ സമझो. ബാബ മനസ്സിലാക്കി തരികയാണ് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കും. അബി തുമക്കോ വാപ്പസ് ജാനാ ഹേ, ഇപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. തും ജാൻതേ ഹോ ബഗർ കൈസേ ബന്നാ ഹോത്താ. നമുക്കറിയാം എങ്ങനെയാണ് യാചകനായിട്ട് മാറേണ്ടത്. ശരീരസേ മമത്വ ടൂട്ട് ജായ്, ശരീരത്തോടുള്ള മമത്വം ഇല്ലാതാണ്, മുറിഞ്ഞു പോകണമെന്ന് ബാബ പറയാണ്. ആപ്പ് മുയേ മർഗയി ദുനിയ, നമ്മൾ മരിച്ചാൽ ലോകം മരിച്ചു. നമ്മൾ എന്താണോ അതാണ് ലോകം. യഹ് മൻസിൽ ഹെ, ഇത് ലക്ഷ്യമാണെന്ന് ബാബ പറയാണ്. സമസ്തേ ഹോ ബാബ ടീക്ക് കത്തെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ബാബ ശരിയാണ് പറയുന്നത്. അബ് ഹംകോ വാപ്പസ് ജാനാ ഹെ, ഇപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. शिव बाबा को तुम जो कुछ देते हो उसका फिर रिटर्न में दूसरे जन्म में मिल जाता है അല്ലെ. അപ്പൊ ശിവബാബയ്ക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന്റെ എല്ലാം റിട്ടേൺ നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുമെന്ന് ബാബ പറയാം. ബാബയ്ക്ക് നമ്മൾ എന്ത് സേവനം ചെയ്താലും അതിന്റെ റിട്ടേൺ അടുത്ത ജന്മത്തിൽ ഉറപ്പായിട്ട് കിട്ടും. इसलिए कहते हैं सब कुछ ईश्वर ने ही दिया है. അതുകൊണ്ടാണല്ലോ പറയാ എല്ലാം ഭഗവാൻ തന്നതാണ്. ആകെ ജന്മ में ऐसा अच्छा कर्म किया है जिसका फल मिला है. അതേപോലെ ഈ ജന്മത്തിൽ എന്തെങ്കിലും നല്ലത് കിട്ടിയാലേ എല്ലാവരും എന്തു പറയും, കഴിഞ്ഞ ജന്മത്തിൽ അവര് നല്ലത് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ ജന്മം അല്ലേ കിട്ടിയത് എന്ന് പറയുമല്ലോ. അപ്പൊ ബാബ പറയാ ശിവബാബ രക്ത കിസ്കാബിനെ, ശിവബാബ ആരുടെയും കയ്യിൽ വയ്ക്കുമൊന്നുമില്ല. ശിവബാബയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാ ഈ പൈസയും അല്ലേ സമ്പത്തൊക്കെ വീടൊക്കെ കൊണ്ട് എന്ത് ചെയ്യാനാ? ബാബ ഒന്നും കൈവയ്ക്കില്ല എന്ന് പറയാണ്. എന്നിട്ട് ബാബ പറയാണ് ബഡേ ബഡേ രാജായ ജമീന്ദാർ ആദി ഹോത്തെ ഹേ തോ ഉनको നസ്രാന ഭി ദേത്തെ അല്ലെ. വലിയ വലിയ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുന്ന പറയണത്, फिर कोई नजराना लेते कोई नहीं लेते. ചിലരൊക്കെ എന്ത് ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ധനമൊക്കെ വാങ്ങിക്കും. ചിലര് വാങ്ങും ചിലര് വാങ്ങില്ല എന്ന് പറയാണ്. വഹാം തോ കുച്ച് ബി ദാൻ പുണ്യ നെയ് കർത്തെ. ഇപ്പൊ നമ്മൾ ചിലവരൊക്കെ നിറയെ പൈസ ഉള്ളവരൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുമല്ലോ ദാനമൊക്കെ ആയിട്ടേ.
കാഴ്ചവസ്തുക്കൾ കൊടുക്കുക എന്ന് പറയുമല്ലോ. രാജാവിന് കാഴ്ചവസ്തു കൊടുക്കുക പറയില്ലേ. അപ്പൊ ചിലരെന്ത് ചെയ്യും, കൊടുക്കും, ചിലര് കൊടുക്കും, ചിലര് കൊടുക്കും, ചിലര് കൊടുക്കില്ല. ഇനിയാണെങ്കിലോ കൊടുത്തു എന്ന് വിചാരിക്കാം. ചില രാജാക്കന്മാരത് എടുക്കും, ചിലരെടുക്കില്ല. ചില രാജാക്കന്മാര് ആരെന്തു കൊണ്ടുവന്നാലും അത് സ്വീകരിക്കില്ല, അത് അവരെന്നോട് തന്നെ കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ബാബ പറയണം. അപ്പൊ സത്യയുഗത്തില് ദാനപുണ്യങ്ങളൊന്നും നമുക്ക് അവിടെ ചെയ്യണ്ട. സത്യയുഗത്തില് ദാനപുണ്യം ഇല്ല. കാരണം എന്താണ്, വഹാം തോ ശക്യ പാസ് പൈസ ബഹുത്വത്തെ. സത്യയുഗത്തിൽ എല്ലാവരുടെ അടുത്തും നിറയെ പൈസ ഉണ്ടാകും. ദാൻ കിസ്കോ കരയെങ്കിൽ ഗരീബ് തോ വഹാം ഹോത്തേനെ. ദാനം കൊടുക്കുന്നത് ദരിദ്രർക്കല്ലേ. സത്യയുഗത്തിലാണെങ്കിൽ ദരിദ്രരൊന്നും ഇല്ല എന്ന് പറയാൻ. തും ഹി ഫക്കീർ സേ അമീർ ഓർ അമീർ സേ ഫക്കീർ ബനത്തെ. നമ്മള് ധനവാനിൽ നിന്ന് ദരിദ്രനാകും, ദരിദ്രനിൽ നിന്ന് ധനവാനായിട്ട് മാറുമെന്ന് ബാബ പറയാൻ. कहते हैं ना इनका तंदुरुस्ती बख्याशो कृपा करो यह कर. ഇപ്പൊ ചിലവര് പറയുമല്ലോ, ഭഗവാനെ ഇവരുടെ ആരോഗ്യം ശരിയല്ല അല്ലെ, ഇവർക്ക് പല അസുഖങ്ങളുണ്ട്, ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കണേ അല്ലെ, അസുഖം മാറ്റണേ എന്നൊക്കെ പറയുമല്ലോ. ആകെ ശുരു മേ ബി ശുബാബ സെ ഹി മാങ്തേ ഥി ഫിർ വ്യഭിചാരി ബൻ ഗയേ. ആദ്യം ഭക്തി ആരംഭിച്ചപ്പോഴേ നമ്മള് വ്യഭിചാരിയായിരുന്നു. ഒരേ ഒരു ശിവബാബയെ മാത്രമാണ് ഓർമ്മിച്ചിരുന്നത്. ഒരേ ഒരു ശിവനോട് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ വ്യഭിചാരിയായിരുന്നു ഭക്തി. പിന്നീട് അത് വ്യഭിചാരത്തിലേക്ക് വന്നു. അതിനർത്ഥം എന്താ, ഒരു ശിവൻ എന്നുള്ളത് മറ്റ് പല ദേവി ദേവതകളെയൊക്കെ ഓർമ്മിക്കാൻ തുടങ്ങി. അതാ ബാബ പറയുന്നത്, ഫിർ വ്യഭിചാരി ബൻ ഗയേ തോ സബ്കെ ആകെ ജാത്തെ രഹേ. അപ്പൊ എല്ലാവരുടെയും മുന്നിൽ പോകും. കത്തെ ഹേ ജോളി ബർദോ. എന്നിട്ട് പറയും, ഞങ്ങളുടെ സഞ്ചിയൊക്കെ ഒന്ന് നിറച്ച് തരണേ എന്ന് പറയും. കിത്നെ പത്തർ ബുദ്ധി ഹേ. ബാബ പറയും, എത്ര കല്ല് ബുദ്ധികളാണ് എന്ന് ബാബ ചോദിക്കാം. പത്തർ ബുദ്ധി സെ പാരസ് ബുദ്ധി ബനത്തെ അല്ലെ, കല്ല് ബുദ്ധിയിൽ നിന്ന് പവിഴ ബുദ്ധിയായിട്ട് മാറുകയാണ്. തും ബച്ചോംകോ കുഷ് ബഹുത്ത് രഹനെ ചാഹിയെ. അപ്പൊ ബാബ പറയാ, കുട്ടികളെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ഗായൻ ബി ഹേ അത്തീന്ദ്രിയ സുഖ പൂछना है तो ഗോപി വല്ലഭ് കെ ഗോപിയും സെ പറയുമല്ലോ. അതീന്ദ്രിയ സുഖം ചോദിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഗോപി വല്ലഭന്റെ ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന് പറയും അല്ലേ. അതാണ് പറയുന്നത്. അപ്പൊ ആരാ ഗോപി വല്ലഭന്റെ ഗോപഗോപികമാര്? നമ്മളാണ് ഗോപി വല്ലഭന്റെ ഗോപഗോപികമാര്. കിസ്കോ ബഹുത്ത് ഫായദ ഹോത്താ ഹെ തോ ബഹുത്ത് ഖുഷി ഹോത്തി. ആർക്കെങ്കിലും ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊരുപാട് ഓർമ്മിക്കുമെന്ന് പറയാം അല്ലെ. ഇപ്പൊ ബാബയെ ഓർമ്മിച്ച് നേട്ടുണ്ടാകുമ്പോ കൂടുതൽ ഓർമ്മിക്കുമല്ലോ. എന്നിട്ട് ബാബ പറയാണ്, തും ബച്ചോം കോ ഭി ബഹുത്ത് ഖുഷി രഹനെ ചാഹിയെ. നമ്മൾ കുട്ടികൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കണമെന്ന് ബാബ പറയാണ്. തുംകോ 100% ഖുഷി ഥി ഫിർ ഗർത്തി ഗയി. നമ്മൾക്ക് 100% സന്തോഷം ഉണ്ടായിരുന്നു, പിന്നെ അത് പോയതാണെന്ന് ബാബ പറയാൻ. അബുത്തക്കു ചുബീന്. അതായത് ഇപ്പൊ ബാബ പറയാ, ഇപ്പോ സന്തോഷമൊന്നുമില്ല, ഒക്കെ പോയിരിക്കുക എന്ന് പറയാം. പെഹലെ ഥേ ബേഹദ് കി ബാദശാഹി. നമ്മൾ ആദ്യം പരിധിയില്ലാത്ത ചക്രവർത്തി ആയിരുന്നു. ഫിർ ഹോത്തി ഹേ ഹദ് കി രാജായി അല്പകാൽ കെ ലിയെ. പിന്നീട് പരിധിയുള്ള രാജ്യപദവി അല്പകാലത്തേക്ക് വേണ്ടിയിട്ട്. അബ് ബിർളാക്കെ പാസ് കിത്നി ടേർ മിൽക്കേത്തെ ഹേ. നമ്മള് ഇപ്പൊ ബിർളയില്ലേ, ടാറ്റ ബിർള പറയുമല്ലോ, ബിർളയുടെ അടുത്ത് എത്ര പൈസയാണെന്ന് ബാബ ചോദിക്കണം. ഒരുപാട് പൈസയുണ്ട് അവരുടെ കയ്യില്. മന്ദിർ ബനാത്തെ ഹേ ഉസ്സെ കുച്ച് ഭി നഹീ മിൽത്താ, ഗരീബോം കോ തോടെ ഹി കുച്ച് ദേത്തെ. ഈ ബിർളക്കാര് ബാബ പറയാ ക്ഷേത്രങ്ങളൊക്കെ പണിയോന്ന്. പക്ഷെ ബാബ പറയാ ക്ഷേത്രം പണിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാം. അതേപോലെ അവര് ദരിദ്രന്മാർക്കൊന്നും കൊടുക്കുകയൊന്നുമില്ല, ദരിദ്രർക്ക് ദാനം കൊടുക്കില്ല. അവരെ ഈ ബിർളക്കാരെന്താ ചെയ്യാ, അവർക്ക് ക്ഷേത്രങ്ങളൊക്കെ കുറെ പണിത് വെക്കുമെന്ന് പറയാണ്. മന്ദിർ ബനായ ജഹാ മനുഷ്യാക്കർ മാതാ ടേക്കും. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അവിടെ കുറെ ഭക്തരൊക്കെ പോയിട്ട് ഇങ്ങനെ തലയിട്ടടിക്കും അല്ലേ, ഈശ്വര എന്ന് പറഞ്ഞ് നമസ്കരിക്കും, കുനിഞ്ഞ് പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. അതൊക്കെയാണ് അവര് ചെയ്യുന്നത്. हाँ गरीब को दान में देते हैं तो उनका रिटर्न मिल सकता है.
അപ്പൊ ദരിദ്രർക്ക് നമ്മൾ ദാനം കൊടുത്താൽ അതിന് റിട്ടേൺ എന്തായാലും കിട്ടുമെന്ന് ബാബ പറയുകയാണ്. ധർമ്മശാല ബനാത്തെ ഹേ तो बहुत മനുഷ്യ ജാക്കർ വഹാ വിശ്രാം പാത്തെ. ധർമ്മശാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പോയിട്ടേ അവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതാണ് ബാബ പറയുന്നത്. तो दूसरे जन्म में अल्पकाल के लिए सुख मिल जाता है. അപ്പൊ ഇപ്പൊ ധർമ്മശാല ഉണ്ടാക്കിയിട്ടേ ആ ധർമ്മശാലയിൽ ഒരുപാട് പേര് വന്നിട്ട് എന്താ പറയാ, അവര് സന്തോഷമായിട്ട് താമസിക്കുമ്പോ ആ പണിത ആൾക്ക് അടുത്ത ജന്മത്തിൽ കുറച്ച് സന്തോഷമൊക്കെ കിട്ടും, അല്പകാലത്തെ സന്തോഷമൊക്കെ കിട്ടുമെന്ന് ബാബ പറയുകയാണ്. कोई हॉस्पिटल बनाते हैं तो भी अल्पकाल के लिए सुख मिलता है. ഇനിയിപ്പോ ഒരാൾ ഹോസ്പിറ്റൽ പണിയാണ്, അതിൽ വന്നിട്ട് ഒരുപാട് പേരുടെ അസുഖം മാറി അല്ലെ, അങ്ങനെയാണെങ്കിലും അവർക്കും എന്ത് കിട്ടും അല്ലെ, അടുത്ത ജന്മത്തിലെ ഒരല്പകാല സുഖമൊക്കെ കിട്ടുമെന്ന് ബാബ പറയാണ്. ഏക ജന്മം കെലി, അതൊരൊറ്റ ജന്മത്തേക്ക് കിട്ടുള്ളൂ എന്ന് ബാബ പറയാണ്. ഒരു ജന്മത്തേക്കാണ് സമ്പത്ത് കിട്ടുന്നത്. എന്നിട്ട് ബാബ പറയാ, ഇസ് പുരുഷോത്തം സംഗമയുഗി ബഹുത് മഹിമ. ഈ പുരുഷോത്തമ സംഗമയുഗത്തിന് ഒരുപാട് മഹിമയുണ്ട് എന്ന് ബാബ പറയാം. തുമാരി ബി ബഹുത്ത് മഹിമ ഹേ ജോ തും പുരുഷോത്തം ബനോ. നമുക്ക് ഒരുപാട് മഹിമയുണ്ട്, കാരണം നമ്മൾ പുരുഷോത്തമനായിട്ട് മാറുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ മഹിമയൊക്കെ ഉണ്ട്. തും ബ്രാഹ്മണവും കോ ഹി ഭഗവാൻ ആകാർ പഠാത്തെ. നമ്മൾ ബ്രാഹ്മണരെയാണ് ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്നത് എന്ന് ബാബ പറയാം. അപ്പൊ നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. വഹി ജ്ഞാൻ കാ സാഗർ ഹെ. ഭഗവാൻ ആരാണ്? ജ്ഞാനത്തിന്റെ സാഗരനാണ്. ഇസ് സാരെ മനുഷ്യ സൃഷ്ടി രൂപി വൃക്ഷ കാ ബീജരൂപ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ ബീജരൂപമാണ്. സാരെ ഡ്രാമ കെ ആദി മധ്യ അന്ത് കാ രാസ് സമജാത്ത. മുഴുവൻ ഡ്രാമയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരികയാണ് ബാബ. മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരികയാണ്. തുംസെ പൂछेंगे क्या तुमको पढ़ाते हैं. നിങ്ങളോട് ചോദിക്കും, എന്ത്? എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ബോലോ क्या यह भूल गए हो गीता में भगवान वाज है ना, मैं तुमको राजाओं का राजा बनाता. അപ്പൊ നമ്മൾ പറയണത് എന്താ, ഭഗവാൻ എന്താ പഠിപ്പിക്കുന്നേ എന്ന് മറന്നുപോയോ? എന്താ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നേ? ഗീതയിൽ ഭഗവാൻ വാജ് എന്നുണ്ടല്ലോ അല്ലെ, ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഭഗവാന്റെ മഹാവാക്യങ്ങൾ. ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റാം. അത് നമ്മൾ മറക്കോ? നമ്മളെ ബാബ രാജാക്കന്മാരുടെ രാജാവാക്കി മാറ്റാണ്. ഇസ്ക അർത്ഥത്തും അഭിസംസ്ഥ. ഇതിന്റെ അർത്ഥമൊക്കെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പതിത രാജായെ പാവൻ രാജാവും പൂജ കർത്തെ. പതിത രാജാക്കന്മാര് പാവന രാജാക്കന്മാരുടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ബാബ പറയാണ് അല്ലെ. പതിത രാജാക്കന്മാര് പാവന രാജാക്കന്മാരുടെ പൂജയൊക്കെ ചെയ്യും. ഇസ്ലിയെ ബാബ് കഹത്തെ ഹേ തുമക്കോ രാജാവും കാ രാജ ബനാത്ത. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി ബാബ മാറ്റാം. അതാണ് ബാബയുടെ കർത്തവ്യം. യേ ലക്ഷ്മി നാരായൺ സ്വർഗക്കെ മാലിക് थे. ബാബ ചോദിക്ക, ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിന്റെ അധികാരിയൊക്കെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കാം. स्वर्ग के देवताओं को द्वापर कलियुग में सब नमन पूजन करते हैं. സ്വർഗത്തിലെ ദേവി ദേവതകളെ ദ്വാപര കലിയുഗത്തില് മനുഷ്യരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? നമസ്കരിക്കാനും പൂജിക്കാനൊക്കെ തുടങ്ങി. ഇൻ ബാത്തോം കോ അഭി തും സമझते हो. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്ന് പറയാൻ. ഭക്തലോക കുച്ചുബി സംസ്ഥത്തോടെ, ഭക്തർക്ക് ഒന്നും അറിയില്ല എന്ന് ബാബ പറയാൻ. അവർക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ ശരിക്കും പറഞ്ഞാലേ. ഭക്തോ സിറഫ് ശാസ്ത്രം കി കഹാനിയാം പഠിത്തേ സുന്ദരം. ഭക്തരെന്താ ചെയ്യുന്നത്? ശാസ്ത്രങ്ങളിൽ കേൾപ്പിച്ച അല്ലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നു വായിക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ കുറെ കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ പഠിക്കുന്നു എന്നേ ഉള്ളൂ. तो बाप कहते हैं तुम जो गीता आधा कल्प से पढ़ते सुनते आई हो उससे प्राप्ति कुछ हुई. ബാബ ചോദിക്കുകയാണ്, അരകൽപ്പം നിങ്ങൾ ഗീതയൊക്കെ പഠിച്ചു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചുല്ലോ, അതിലൂടെ എന്തെങ്കിലും പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. പേട്ടത്തോ കുച്ചു പിബരാണ്.
നിങ്ങളുടെ വയറൊന്നും നിറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എന്ന് ബാബ ചോദിക്കാം. കുറെ വേദശാസ്ത്രം പഠിച്ചത് കൊണ്ട് നമ്മുടെ വയറ് നിറയില്ലല്ലോ. അതായത് ആത്മാവിനെ പാവനാക്കി മാറ്റാനോ ആത്മാവിലെ ഗുണങ്ങളും ശക്തികളും നിറയ്ക്കാനോ സാധ്യമല്ല. അതാണ് ബാബ പറയുന്നത്. അപ്പൊ ഈ തുമാരാ പേറ്റ് ബർറഹ ഹെ, ഇപ്പൊ നമ്മുടെ വയറ് നിറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ആത്മാവിന് ആവശ്യമുള്ള ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ വയറ് നിറയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാബ പറയാണേ, തും ജാൻതേ ഹോ യഹ് പാർട്ട് ഹി ബാർ ചലത്താ ഹെ. നിങ്ങൾക്കറിയാമോ കുട്ടികളെ, ഈ പാർട്ട് ഒരു പ്രാവശ്യമേ ഉള്ളൂ, കൽപ്പത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ബാബ പറയാം. ഖുദ് ഭഗവാൻ कहते हैं मैं इस तन में प्रवेश करता हूं. ഞാൻ സ്വയം ഈ ഭഗവാൻ പറയാണ് ഞാൻ ഈ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. ബാബ ഇൻകെ ദ്വാര ബോൾത്തെ ഹെ തോ ജറൂർ പ്രവേശ് കരേ. ബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയാണല്ലോ അല്ലേ, എന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഊപ്പർ സെ ഡയറക്ഷൻ ദേങ്കി. ബ്രഹ്മലോകത്തിരുന്നിട്ട് ശിവബാബയ്ക്ക് ഡയറക്ഷൻ വല്ലതും തരാൻ പറ്റുമോ? മുകളിൽ ഇരുന്നിട്ട് ബാബയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ബാബ പറയാ कहते हैं मैं सन्मुख आता हूँ अभी तुम सुन रहे. അപ്പൊ മുകളിലിരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്ന് ബാബ പറയാം. ഇപ്പൊ നിങ്ങള് കേട്ടുകൊണ്ടിരിക്കുക, ബാബ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഏ ബ്രഹ്മാബെ കുച്ചിനെ ജാനത്തെ, ബ്രഹ്മാവിനൊന്നും അറിയില്ലായിരുന്നു എന്ന് ബാബ പറയാണ്. അഭി ജാനത്തെ ജാനത്തെ ജാത്തെ ഹെ അല്ലെ, ഇപ്പോഴാണ് ബ്രഹ്മബാബ പോലും മനസ്സിലാക്കുന്നത്. അതായത് ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ശിവബാബ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ആൾക്ക്. എന്നിട്ട് ബാബ പറയാം, ബാക്കി ഗംഗാ കി പാനി പാവൻ കർനെ വാല നഹി ഹെ, യഹ് ഹെ ജ്ഞാൻ കി ബാത്. ബാക്കി ബാബ പറയാണ്, നമ്മുടെ ഗംഗയിൽ കുളിച്ചാലൊന്നും പാവനമായിട്ട് മാറുമൊന്നുമില്ല. ഗംഗയിൽ കുളിച്ചാൽ പാവനമാവുക എന്നുള്ളൊരു കാര്യം തന്നെ ഇല്ല. ഇത് ജ്ഞാനത്തിന്റെ കാര്യമാണ് പറയുന്നത് എന്ന് ബാബ പറയാം അല്ലേ. ഭഗവാൻ ജ്ഞാനമാണ് പറയുന്നത്. തും ജാനത്തെ ഹോ ബാപ സന്മുഖ ബൈഠേ ഹേ തുമാരി ബുദ്ധി അബ് ഊപ്പർ മേ नहीं जाएंगे. यह है उनका रथ. इनको बाबा बूट भी कहते हैं, डिब्बी भी कहते हैं അല്ലേ. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ബാബയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബുദ്ധി ഇപ്പോ മുകളിലേക്ക് പോകുന്നില്ല. ശിവബാബ ഭൂമിയിൽ വരുമ്പോഴേ, മധുബനിലെ ബാബ വരുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി മുകളിൽ പോവില്ല. കാരണം എന്താ? ബാബ താഴെ വന്നു. അതേപോലെ ജ്ഞാനം കേൾക്കുമ്പോഴും നമ്മുടെ ബുദ്ധി മുകളിൽ പോവില്ല. കാരണം എന്താ? ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ നമ്മുടെ ബുദ്ധി മുകളിലേക്ക് പോകില്ല എന്ന് ബാബ പറയാണ്. ഇനിയാണെങ്കിലോ ബ്രഹ്മബാബയുടെ ശരീരം എന്ന് പറയുന്നത് ശിവബാബയുടെ രഥമാണ്. ഈ ശിവബാബ ബ്രഹ്മബാബയുടെ രഥം ഉണ്ടല്ലോ, ശരീരത്തെ എന്ത് പറയും? ഒന്ന് ബാബ പറയാറുണ്ട് ഇത് രഥമാണെന്ന് പറയും, പിന്നെ പറയും ചെരുപ്പാണെന്ന് അല്ലേ. ബ്രഹ്മബാബയുടെ ശരീരം എൻ്റെ ചെരുപ്പാണെന്ന് പറയുമല്ലോ. പിന്നെ പറയാറുണ്ട് ഒരു ഡബ്ബയാണ്. അപ്പൊ നമ്മൾ പറയില്ല, രത്നങ്ങളൊക്കെ ഇടാൻ നല്ല നല്ല ഡബ്ബകള് ഉണ്ടാക്കുക പറയുമല്ലോ. അപ്പൊ ബ്രഹ്മബാബയുടെ ശരീരം ഒരു ബോക്സാണ്. അതിനകത്ത് ശിവബാബയാകുന്ന എവർ ഡയമണ്ട് ഇരിക്കുകയാണ് അതില്. ഇസ് ഡബ്ബി മേ വ ഹീര ഹേ. ഈ ഡബ്ബയിലേ ആ വജ്രം ഉണ്ടെന്ന്. ഏത് വജ്രം? ശിവബാബ ഒരു വജ്രമാണ് അല്ലേ. അപ്പൊ ആ വജ്രം ആ ഡബ്ബയിലുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ബാബ പറയാം, ഇത്തിരി ഫസ്റ്റ് ക്ലാസ് ചീസ് ഹേ, എത്ര ഫസ്റ്റ് ക്ലാസ് സാധനമാണല്ലേ എന്ന് ബാബ ചോദിക്കാം. കിത്നെ ഫസ്റ്റ് ക്ലാസ് ചീസ് ഹേ, എനിക്ക് तो रखना चाहिए सोने की डब्बे में. പരമാത്മാവാകുന്ന വജ്രം എന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിൾ ആണ്. ആ പരമാത്മാവാകുന്ന വജ്രത്തെ വെക്കുന്ന പാത്രവും ഗോൾഡ് ആണെന്ന് പറയാം. അതുകൊണ്ടാണല്ലോ രത്നങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നല്ല വിലയുള്ള പാത്രത്തില. ചിലപ്പോ സ്വർണ്ണപാത്രത്തിലായിരിക്കും രത്നങ്ങളൊക്കെ സൂക്ഷിക്കും. അപ്പൊ ബ്രഹ്മബാബ സ്വർണവും ശിവബാബ ഡയമണ്ട്. അതായത് ബാബ പറയണ, बाबा कहते हैं ना,
धोबी के घर से गई छू, इनको कहते हैं छुमंत्र। छुमंत्र से सेकंड में जीवन मुक्ति, इसलिए इनको जादूगर भी कहते हैं. അതായത് ബാബ പറയാം, നമ്മൾ പറയില്ലേ ധോബിയുടെ വീട്ടിൽ നിന്ന് ഒരു ചൂമന്ത്രം വന്നു എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം അറിയോ? ചൂമന്ത്രം എന്ന് പറഞ്ഞാൽ മന്മനാഭം. ആ മന്ത്രത്തിലൂടെയാണ് മുക്തിയും ജീവൻ, ചൂമന്ത്രത്തിലൂടെയാണ് മുക്തിയും ജീവൻ മുക്തിയൊക്കെ കിട്ടിയത്. അതുകൊണ്ട് ഭഗവാനെ മായാജാലക്കാരൻ എന്നും പറയും. ഒരു മന്ത്രം കൊടുത്ത് ഭഗവാൻ എന്ത് ചെയ്യണം? മുക്തിയും ജീവൻ മുക്തിയും കൊടുക്കണം. ഒരു മന്ത്രത്തിലൂടെയാണ് കൊടുക്കുന്നത്. സെക്കൻഡ് മേ നിശ്ചയ ജാത്താ ഹൈ, നിശ്ചയ ഹോ ജാത്താ ഹൈ ഹം യേ ബനേംഗെ. സെക്കൻഡിൽ അവർക്ക് നിശ്ചയം വരാണ്, ഞാന് ലക്ഷ്മി നാരായണനെ പോലെയൊക്കെ ആയിട്ട് മാറും. ആ നിശ്ചയം പെട്ടെന്ന് വരികയാണ്. എന്നിട്ട് ബാബ പറയാം, ഈ ബാത്തേ തും അഭി പ്രാക്ടിക്കൽ മേ സുനത്തെ. അപ്പൊ നമ്മള് പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഹലെ ജബ് സത്യനാരായൺ കി കഥ സുനത്തെ ഥേ തോ യഹ് സമജ്തേ ഥേ ക്യാ. അതായത് ആദ്യം നമ്മള് സത്യനാരായണന്റെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ബാബ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നു. ഭക്തിയിൽ സത്യനാരായണന്റെ കഥയുണ്ട്. അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത് അറിയുമായിരുന്നു എന്ന് ബാബ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യനാരായണന്റെ കഥ എന്താണെന്ന് അറിയില്ലല്ലോ. എഴുതി വെച്ച കഥ അങ്ങ് വായിച്ചു അല്ലേ, കേട്ടു, അത്രയേ ഉള്ളൂ. അപ്പൊ ബാബ ഇത് നിങ്ങൾക്ക് അറിയുമായിരുന്നു എന്ന് ബാബ ചോദിക്കാം. उस समय तो कथा सुनते समय विलायत സ്റ്റീമർ ആദി യാദ് रहता है. സത്യനാരായണന്റെ കഥയുണ്ടല്ലോ, ആ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ പലതും ഓർമ്മിക്കുമായിരുന്നു അല്ലെ. അങ്ങനെയായിരുന്നല്ലോ ഭക്തിയിൽ, അങ്ങനെയൊക്കെയാണല്ലോ. കഥകൾ കേട്ടാലും ആ കഥകളുടെ ആന്തരിക അർത്ഥമൊന്നും മനസ്സിലാക്കുക, അതിനെ ഓർമ്മിക്കൊന്നുമല്ല. അവരുടെ ബുദ്ധി പല വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, സത്യനാരായൺ കി കഥ സുൻകർ ഫിർ മുസാഫരി പർ ജാത്തെ थे. അതേപോലെ സത്യനാരായണന്റെ കഥ കേട്ടിട്ട് യാത്രയ്ക്ക് പോവായിരുന്നു എന്ന് പറയാം. യാത്ര ചെയ്യുന്നതിന് മുമ്പ് സത്യനാരായണന്റെ കഥ കേൾക്കും. ഫിര് വഹ് ലൗട്ടാത്തെ, പിന്നീട് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമായിരുന്നു. तो बाप कहते हैं तुमको फिर चीची दुनिया में लौटना नहीं. ലോകത്തിലുള്ള ഭക്തര് സത്യനാരായണന്റെ കഥ കേട്ടതിന് ശേഷം എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങും. തീർത്ഥാടനങ്ങൾക്കൊക്കെ ഇറങ്ങാന്ന് പറയില്ലേ, അങ്ങനെ ഇറങ്ങും. എന്നിട്ട് അവര് കുറെ ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നാൽ നമുക്കാണെങ്കിലോ വരണ്ട. ഈ സത്യനാരായണന്റെ കഥ കേട്ട് 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 നമ്മളും സത്യനാരായണനായി മാറുകയാണ്. പിന്നെ ഈ ലോകത്തേക്ക്, ഈ മോശമായ ലോകത്തേക്ക് തിരിച്ചു വരണം. ഭാരത് അമർലോക് സ്വർഗ ദേവി ദേവതാവും കരാച്ചത. ഭാരതം എന്തായിരുന്നു? അമരലോകം. അതേപോലെ സ്വർഗം ദേവി ദേവതകളുടെ രാജ്യമായിരുന്നു. ഏ ലക്ഷ്മി നാരായൺ വിശ്വക്കെ മാലിക് ഹേന. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരിയല്ലേ. ഇൻകെ രാജ്യമേ പവിത്രത സുഖ ശാന്തി ഥി അല്ലെ. ഈ രാജ്യത്തില്, ലക്ഷ്മി നാരായണന്റെ രാജ്യത്തില് എന്തുണ്ടായിരുന്നു? പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു എന്ന് ബാബ പറയാം. ദുനിയാബി മാങ്തി, ലോകവും അത് തന്നെയാണ് യാചിച്ചിട്ടുണ്ടായിരുന്നത്. ബിബി മാങ്തെ ഹേ വിശ്വമേ ശാന്തി ഹോ അബ് സബ് മിൽക്കർ ഏക് ഹോ. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? വിശ്വത്തില് ശാന്തി വേണം. എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കണം, ഒരുമിച്ചിരിക്കണം, സഹകരണം വേണം. അതെല്ലാവരും ആഗ്രഹിക്കുന്നു എന്ന് ബാബ പറയാം. अब इतने सब धर्म मिलकर एक कैसे होंगे? हर एक का धर्म अलग, फीचर्स अलग अलग, सब एक कैसे होंगे? എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? എല്ലാ ധർമ്മങ്ങളും ഒരുമിക്കണം അല്ലെ, ഒരുമയോടെ ഇരിക്കണം. അപ്പൊ ബാബ ചോദിക്ക, ഒരു ധർമ്മം എങ്ങനെ ആവാനാ? കാരണം എന്തുകൊണ്ടാ? ഓരോരുത്തരുടെ ധർമ്മവും വേറെയാണ്, ഓരോരുത്തരുടെ ഫീച്ചേഴ്സും വേറെ വേറെയാണ്. ഇവരെല്ലാം കൂടെ എങ്ങനെ ഒന്നാകുമെന്ന് ബാബ ചോദിക്കാം. എന്നിട്ട് ബാബ പറയാ, വഹ്തോഹി ഹേ ശാന്തിധാം സുഖം. അത് ശാന്തിധാമും സുഖധാമും. അവിടെ രണ്ടുപടിയും പിന്നെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല സഹകരണത്തോടെ ഒരുമിച്ചിരിക്കും. വഹാം ഏക് ധർമ്മം ഏക് രാജോത്ത ഹേ. സത്യയുഗത്തിലെ ഒരു ധർമ്മവും ഒരു രാജ്യവുമായിരിക്കുമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാം, ദൂസര കോയി ധരം ഹി നഹി തോ താലിബ്. ഒരു രാജ്യത്തെ രണ്ടാമതൊരു ധർമ്മമില്ല, ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൈയടിച്ചോളൂ എന്ന് ബാബ പറയാണ്. उसको विश्व में शांति कहा जाता है. अभी तुम बच्चों को बाप पढ़ा रहा है.
എല്ലാവരും എന്ത് പറയുന്നുണ്ട്? വിശ്വത്തിൽ ശാന്തി എന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പൊ ഇപ്പൊ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്കറിയാം, എല്ലാ കുട്ടികളും ഏകരസമായിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്പർ വാർത്തോ ഹോത്തെ ഹി ഹേ, എല്ലാവരും നമ്പർ വൈസ് ആയിട്ടാണ് പഠിക്കുന്നത്. രാജധാനി സ്ഥാപൻ ഹോ രഹി ഹേ, ബച്ചോം കോ കിത്നാ സമജ്ദാർ ബനായ ജാതാ ഹൈ. അതായത് ബാബ പറയാണ്, ഈ രാജധാനിയുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കുട്ടികൾക്ക് എത്ര ബുദ്ധിശാലിയായിട്ട് മാറണമെന്ന് ബാബ ചോദിക്കും. ഭഗവാന് നോക്ക് എത്രയും ബുദ്ധിശാലിയാക്കി കുട്ടികളെ മാറ്റുകയാണ് അല്ലേ. അപ്പൊ കുട്ടികൾ എത്ര മാറണം? യഹ് ഈശ്വരീയ യൂണിവേഴ്സിറ്റി, ഇത് ഈശ്വരീയ യൂണിവേഴ്സിറ്റിയാണ്. ഭക്തലോക സംസ്ഥ. പക്ഷെ ഇതൊന്നും ഭക്തർക്ക് അറിയില്ല എന്ന് ബാബ പറയാം അല്ലെ. ഈശ്വരന്റെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആർക്കറിയില്ല? ഭക്തർക്ക് ഇതൊന്നും അറിയില്ല എന്ന് ബാബ പറയാം. പക്ഷെ ഇത് ഭക്തർക്ക് അറിയില്ല എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാണ്, അനേക ബാർ സുനാ ബി ഹെ, ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഭഗവാൻ വാച്ച്, കാരണം ഇത് ഭഗവാന്റെ മഹാവാക്യങ്ങളാണ്. ക്യോങ്കി ഗീത ഹി ഭാരതവാസികൾക്ക് ധർമ്മശാസ്ത്രം. കാരണം ബാബ പറയാണ്, ഗീതയാണ് ഭാരതവാസികളുടെ ധർമ്മശാസ്ത്രം. ഗീത കീത്തോ അപരമപാർ മഹിമ, ഗീതയ്ക്ക് അപരമപാര മഹിമയാണ് അല്ലെ. ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹിമ അപരമപാരമാണല്ലോ. സർവശാസ്ത്രമയി ശിരോമണി ഭഗവത്ഗീത ഹെ. സർവശാസ്ത്രമണി, ശാസ്ത്രമയി ശിരോമണിയാണ്, സർവശാസ്ത്രങ്ങളുടെയും ശിരോമണിയാണ് ശ്രീമദ് ഭഗവത്ഗീത. ശിരോമണി അർത്ഥാത് ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ. ശിരോമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നതാണ്, ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാണ്. പതീത പാവൻ സദ്ഗതി ദാതാ ഹേ ഏക് ഹി ഭഗവാൻ. പതീത പാവനൻ സദ്ഗതി ദാതാവ് ഒരേ ഒരു ഭഗവാനാണ്. ജോ സബി ആത്മാവും കാ ബാപ്പ് ഹെ. ആ സദ്ഗതി ദാതാവ് എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. ഭാരതവാസി അർത്ഥക്കോ സംസ്ഥേനെ. പക്ഷെ ഭാരതവാസികൾ അർത്ഥമൊന്നും അറിയുന്നില്ല, പറയുന്നുണ്ട് പക്ഷെ അർത്ഥമൊന്നും അറിയുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് ബാബ പറയാ, ബേസമഞ്ജി സെ സിർഫ് കഹ് ദേത്തെ സബ് ബായ് ബായ്. ഭാരതവാസികൾക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അവര് ബുദ്ധിയില്ലാത്തവർ തന്നെ എന്തു പറയും? ആ എല്ലാവരും സഹോദരങ്ങളാണ് പറയും, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാ പറയണേന്നോ, എന്താ അതിന്റെ കാരണമെന്നോ അതൊന്നും അറിയില്ല, വെറുതെ അവരങ്ങ് പറയും. അഭി തുമക്കോ ബാപ്നെ സംജായ ഹേ ഹം ബായ് ബായ്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നു, നമ്മൾ സഹോദരങ്ങളാണ്. അർത്ഥം എന്താ? ആത്മാക്കളാണ്. അതാണ് സഹോദരങ്ങള് എന്ന് പറയുന്നത്. ഹം ശാന്തിധാം കി രഹനെ വാലെ ഹേ. നമ്മള് ശാന്തിധാമിലാണ് ഇരിക്കുന്നത് അല്ലെ. നമ്മുടെ വീട് ശാന്തിധാമാണല്ലോ. യഹാം പാട്ട് ബജാത്തെ ബജാത്തെ ഹം ബാപ് കോ ഭി ഭൂൽ ജാത്തെ ഹേ ഘർ കോ ഭി ഭൂൽ ജാത്തെ ഹോ. ബാബ പറയാ, കുട്ടികളെ നിങ്ങള് ഇവിടെ പാട്ട് അഭിനയിച്ച് ബാബയെ മറന്നു, പാട്ട് മറന്നു, എല്ലാം നമ്മൾ മറന്നുപോയി, വീടിനെയും മറന്നു, എല്ലാം മറന്നുപോയി എന്ന് പറയാം. जो भारत को सारे विश्व का राज देते हैं उनको सब भूल जाते हैं അല്ലെ. ഭാരതം എന്നുള്ള പറയും മുഴുവൻ വിശ്വവും ആരാണോ നമുക്ക് തന്നത് അവരെ നമ്മൾ മറന്നു. ബാബ ഭാരതം മുഴുവൻ നമുക്ക് തന്നു അല്ലെ. മീൻസ് സുഖത്തിന്റെ ആ സുഖം നിറഞ്ഞ ലോകത്തിന്റെ അധികാരിയാക്കി നമ്മളെ മാറ്റിയില്ലേ. ആ ഭഗവാനെ നമ്മൾ മറന്നു. യഹ് സബ് രാസ്ബാബ് ഹി സംജാത്തെ. ഇതൊക്കെ രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങളൊക്കെ നമുക്ക് ബാബ മനസ്സിലാക്കി തരികയാണ് എന്ന് പറയാം. मीठे मीठे सिक्कीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ने बाबा धारणा പറയാ, अतीन्द्रिय सुख का अनुभव करने के लिए स्मृति रहे कि यही पुरुषोत्तम संगम युग है, जबकि हमें भगवान पढ़ाते हैं जिससे हम राजाओं का राजा बनेंगे.
അപ്പൊ ബാബ പറയാ, അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി സ്മൃതിയിൽ വെക്കണം, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇപ്പോ എന്നെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിലൂടെ ഞാൻ രാജാക്കന്മാരുടെയും രാജാവായിട്ട് മാറും. അതൊക്കെ ഓർമ്മിക്കണം. അബിഹി ഹമേ ഡ്രാമ കെ ആദി മധ്യ അന്ത് കാ ജ്ഞാൻ ഹൈ. ഇപ്പോൾ തന്നെയാണ് എനിക്ക് ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഉള്ളത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അബ് വാപ്പസ് ഘർ ജാന ഹേ. ഇപ്പൊ തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഇസ്ലിയെ ഇസ് ശരീർ സേ ബി പൂരാ ബഗർ ബനന. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം? ഈ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ദരിദ്രനായി മാറും. അർത്ഥം സ്വന്തമായ ശരീരം പോലും ഇല്ല. ഇസേ ഭൂൽ അപ്നെക്കോ ശരീരി ആത്മ സംജ്ഞ. ഈ ശരീരം പോലും മറന്നിട്ട് ഞാൻ അശരീരി ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ബാബ പറയുകയാണ്. ഇനി ബാബ വരദാനം പറയാ, സദാ സന്തുഷ്ടരഹ അപ്നി ദൃഷ്ടി വൃത്തി കൃതി ദ്വാര സന്തുഷ്ടതാ की അനുഭൂതി कराने वाले സന്തുഷ്ടമണി ഭവ. അതായത് ബാബ പറയണ എന്താ അറിയോ? സദാ സന്തുഷ്ടമായിരുന്ന് തന്റെ ദൃഷ്ടിയെയും മനോഭാവത്തെയും കർമ്മത്തെയും, തന്റെ ദൃഷ്ടിയിലൂടെ മനോഭാവത്തിലൂടെ കർമ്മത്തിലൂടെ സന്തുഷ്ടതയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന സന്തുഷ്ടമണിയായി ഭവിക്കണം. അപ്പൊ നമ്മുടെ സങ്കല്പം അല്ലെ, അതേപോലെ കർമ്മം എല്ലാം ഇതിലൂടെ മറ്റുള്ളവർക്ക് സന്തുഷ്ടതയുടെ അനുഭവം കിട്ടും. അപ്പൊ നമ്മൾ അത്രയും സന്തുഷ്ടാണെങ്കിലേ അത് കിട്ടുള്ളൂ. അതാണ് ബാബ പറയുന്നത്. ब्राह्मण कुल में विशेष आत्मा ये वो है जो सदा संतुष्टता की विशेषता द्वारा स्वयं भी संतुष्ट रहती है और अपनी दृष्टि वृत्ति और कृति द्वारा औरों को भी संतुष्टता की अनुभूति कराती है. वह संतुष्ट मणियाम है. അതായത് ബാബ പറയണത് എന്താണെന്നറിയോ? ബ്രാഹ്മണ കുലത്തില് വിശേഷ ആത്മാക്കൾ അവരാണ്. ആരാ വിശേഷാത്മാക്കള്? ആരാണോ സദാ സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ അവരെപ്പോഴും സന്തുഷ്ടായിരിക്കും. അതായത് സ്വയം സന്തുഷ്ടമായിട്ടിരിക്കും അവര്. അതേപോലെ തൻ്റെ ദൃഷ്ടി മനോഭാവം കൃതി അതായത് കർമ്മം, ദൃഷ്ടി മനോഭാവം കർമ്മത്തിലൂടെ മറ്റുള്ളവരെയും മറ്റുള്ളവർക്കും സന്തുഷ്ടതയുടെ അനുഭൂതി ചെയ്യിപ്പിക്കും. സ്വയം മാത്രമല്ല സന്തുഷ്ടം, മറ്റുള്ളവർക്കും സന്തുഷ്ടതയുടെ അനുഭൂതി ചെയ്യിപ്പിച്ചു കൊടുക്കുമെന്ന് പറയാം. അവരാണ് ആര്? സന്തുഷ്ടമണികൾ. അപ്പൊ സന്തുഷ്ടമണികൾ എങ്ങനെ ഇരിക്കുമെന്നാണ് ബാബ പറയുന്നത്. ജോ സദാ സങ്കൽപ്പ് ബോൽ संगठन के संबंध संपर्क व कर्म में बाप दादा द्वारा अपने ऊपर संतुष्टता के गोल्डन पुष्पों की वर्षा അനുഭവ करते हैं. അപ്പൊ ഈ സന്തുഷ്ടമണികൾ എങ്ങനെ ഇരിക്കും? സദാ സങ്കല്പം, വാക്ക്, അതേപോലെ സംഘടനയിലെ സംബന്ധ സമ്പർക്കം അല്ലെ, സംഘടനയിലെ ഒരു ഗ്രൂപ്പില് നമുക്ക് സംബന്ധ സമ്പർക്കം ഉണ്ടാവും. അതേപോലെ കർമ്മത്തില് ബാപ്ദാദയിലൂടെ സ്വയത്തിന്റെ മേല് സന്തുഷ്ടതയുടെ ഗോൾഡൻ പുഷ്പവർഷത്തിന്റെ അനുഭവം ചെയ്യും. അത്രയും നമ്മൾ സന്തുഷ്ടമാണ്, ഹാപ്പിയാണ്. ഒരു കുറവുകളും നമുക്കില്ല, ഒരു കുറവിന്റെ ഫീലിംഗ് പോലും നമുക്കില്ല. അത്രയും സന്തുഷ്ടതയുടെ അനുഭവം ചെയ്യുന്നവരായിരിക്കും പറയും സ്വയം. അതാണ് ബാബ പറയുന്നത്. ऐसे संतुष्ट मणिया में बाप दादा के गले का हार बनते हैं, राज्य अधिकारी बनते हैं और भक्तों के सिमरन की माला बनते हैं. ഇങ്ങനെയുള്ള സന്തുഷ്ടമണികളായ കുട്ടികളാണ് ബാപ് ദാദയുടെ കഴുത്തിലെ മാലയായി മാറുന്നത് അല്ലെ, ഭഗവാന്റെ കഴുത്തിലെ മാലയാവുന്നത്.
അതേപോലെ രാജ്യാധികാരിയായിട്ട് മാറുന്നത്. പിന്നെ ഭക്തരുടെ സ്മരിക്കുന്ന മാലയാവുന്നത്. ഭക്തർക്ക് സ്മരണത്തിന്റെ മാലയല്ലേ, സ്മരിക്കുന്ന മാലയുണ്ടല്ലോ. അങ്ങനെ ഒരു സ്മരിക്കുന്ന മാലയാകുന്നത് ഇവരാണ്, സന്തുഷ്ടമണികൾ. അതാണ് ബാബ പറയുന്നത്. ഇനി ബാബ സ്ലോഗൻ പറയുന്നത്, നെഗറ്റീവ് ഓർ വേസ്റ്റ് കോ സമാപ്ത് കർ മെഹനത്ത് മുക്ത് ബനോ. നെഗറ്റീവിനെയും വേസ്റ്റിനെയും സമാപ്തമാക്കി പരിശ്രമത്തിൽ നിന്ന് മുക്തമായി ഭവിക്കണം. അപ്പൊ നെഗറ്റീവും വേണ്ട, വേസ്റ്റും വേണ്ട. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കളയാൻ പറയുകയാണ് ബാബ. അതിനെയൊക്കെ അല്ലെ, ആ വെസ്റ്റ് നെഗറ്റീവ് ഒക്കെ സമാപ്താക്കാൻ ബാബ പറയാണ്. ഇനി ബാബ ഇന്നത്തെ സമ്മാനം പറയാം. ഇന്നത്തെ സമ്മാനം എന്താന്ന് വെച്ചാല്, ബാപ്ദാദ आप खुशनसीब बच्चों की रोज माला से करते हैं. അതായത് ബാബ പറയാ, ബാപ്ദാദ നമ്മൾ സന്തുഷ്ടരായ മക്കളുടെ, നമ്മൾ ഇത്രയും സന്തോഷമാണല്ലോ അല്ലേ, അത്രയും സന്തുഷ്ടരായിട്ടുള്ള ഭാഗ്യവാനായ മക്കളുടെ മാല ദിവസവും ജപിക്കുന്നുണ്ടെന്ന്. ജപമാല എന്ന് പറയുമല്ലോ, ഭഗവാൻ നമ്മളെ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വിജയമാല के मण के बनना कोई बड़ी बात नहीं है, लेकिन बाप के सिमरने के मण के बनना यही कुछ नसीबी है. വിജയമാലയിൽ മുത്താവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. ബാബയുടെ കുട്ടി ആയാല് നമ്മൾക്ക് വിജയമാലയിൽ വരാൻ പറ്റും, മീൻസ് ഭഗവാന്റെ കുട്ടിയായി അല്ലേ. പക്ഷേ ബാബ പറയാ, ഭഗവാൻ സ്മരിക്കുന്ന മാലയിൽ വരിക, ഇത് ഭാഗ്യവാനാണ്. ഭഗവാൻ നമ്മളെ ഓർമ്മിക്കണം. നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മൾ ഭഗവാനെ അല്ല ഓർമ്മിക്കുന്നേ, ഭഗവാൻ നമ്മളെ ഓർമ്മിക്കണം. ഭഗവാനെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് കോമൺ കാര്യങ്ങളല്ലേ, നമ്മളെല്ലാവരും ഭഗവാനെ ഓർമ്മിക്കുന്നു. പക്ഷെ ഭഗവാൻ നമ്മളെ ഓർമ്മിക്കുക, അത് വലിയ ഭാഗ്യമാണ്. അതാ പറഞ്ഞ, ഭഗവാൻ ഓർമ്മിക്കുന്ന മാലയിൽ വരണം നമ്മള്. ജैसे ബാപ്ദാദ സദാ ബഡി ദിൽവാലെ ബേഹദ് കെ ദിൽവാലെ ഹെ. എങ്ങനെയാണോ ബാപ്ദാദ വിശാല മനസ്സുള്ള ആളാണ്, പരിധിയില്ലാത്ത മനസ്സുള്ള ആളാണ്, ऐसे आप बच्चे भी बेहद की दिल, फ्राक दिल, दादापन की दिल रखने वाले. എങ്ങനെയാണോ ബാപ്ദാദ അത്രയും വിശാല മനസ്സുള്ള ആള്, അതേപോലെ നമ്മൾ കുട്ടികളും പരിധിയില്ലാത്ത മനസ്സുള്ള, വിശാല മനസ്സുള്ള ആളായിരിക്കണം എന്ന് പറയാം. ദാതാവായിരിക്കണം അല്ലെ, ദാതാവിന്റെ മനസ്സുള്ളവരായിരിക്കണം എന്ന് ബാബ പറയാണ്. സദാ ദിൽ ഖുഷ് സേ ജഹാൻ കോ ഖുഷ് കർനെ വാലെ ഖുഷ് നസീബ്. സദാ നമ്മള് മനസ്സുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയും മുഴുവൻ ലോകത്തെയും സന്തോഷമാക്കി മാറ്റുന്ന ഭാഗ്യവാനാണ്. അപ്പൊ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതേപോലെ എന്ത് വേണം, എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിക്കണം. അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ മാറണം എന്ന് ബാബ പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കണം. സന്തോഷമായിട്ടിരുന്ന ഈ മുഴുവൻ ലോകത്തിനും എന്തെയ്യണം, സന്തോഷം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ നമുക്ക് ഒരു മിനിറ്റ് എന്ത് ചെയ്യാം, ബാബയെ ഓർമ്മിക്കാം. ഓക്കെ, ഓം ശാന്തി.
ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി.